ഈ പാകിസ്ഥാന്റെ ഈ പ്രകോപനത്തിന് ശക്തമായ തിരിച്ചടി തന്നെയാണ് ഇന്ത്യ നൽകുന്നത്. ഈ F-16 വിമാനത്തെ ഇന്ത്യയുടെ പോർ വിമാനങ്ങളാണ് വെടിവെച്ചിട്ടത് എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. അതായത് ജമ്മുവിൽ നിന്നും ഉയർന്നു പൊങ്ങിയ ഇന്ത്യയുടെ പോർ വിമാനങ്ങളാണ് ഈ F-16, പാകിസ്ഥാന്റെ F-16, അമേരിക്ക നൽകിയിട്ടുള്ള F-16 വിമാനങ്ങൾ വെടിവെച്ചിട്ടത് എന്നാണ് അറിയുന്നത്. F-16 വിമാനങ്ങൾ യുദ്ധത്തിന് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്ക ഇത് പാകിസ്ഥാന് വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ, അതായത് ബാലാക്കോട്ട് ആക്രമണവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങളിൽ ഇതുപോലൊരു F-16 വിമാനം തകർന്നു വീണപ്പോൾ പാകിസ്ഥാൻ അത് നിഷേധിക്കുകയാണ് ചെയ്തത്. അതേ സമാനമായ സാഹചര്യമാണ് ഇപ്പോഴും ഉണ്ടാകാൻ പോകുന്നത്. പാകിസ്ഥാൻ ഈ F-16 വിമാനം തകർന്നു എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ ഇപ്പോൾ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ ജമ്മുവിൽ നിന്നും ഉയർന്നു പൊങ്ങിയ ഇന്ത്യയുടെ പോർ വിമാനങ്ങളാണ് F-16 വിമാനങ്ങൾ തകർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡ്രോൺ അറ്റാക്ക്, അതായത് പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള ജമ്മുവിലും അക്നൂറിലും നടത്തിയിട്ടുള്ള ഈ ഡ്രോൺ ആക്രമണത്തെ പൂർണ്ണമായും ഇന്ത്യ പ്രതിരോധിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ S-400 ട്രയംഫ് മിസൈലുകളാണ് ഇന്ത്യക്ക് വ്യോമ പ്രതിരോധം തീർത്തിരിക്കുന്നതും ഈ ഡ്രോണുകളൊക്കെ തന്നെ തകർത്തിരിക്കുന്നതും. പാകിസ്ഥാന്റെ വീണ്ടുമുള്ള പ്രകോപനം, പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണങ്ങൾ, പോർവിമാനം വരെ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ, അതിനെല്ലാം പക്ഷേ ഇന്ത്യ തകർത്തെറിഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ വിവരമാണ്. പാകിസ്ഥാന്റെ F-16 പോർ വിമാനം ഇന്ത്യ നിലത്തു വീഴ്ത്തിയിരിക്കുന്നു. ഇന്ത്യയുടെ പോർ വിമാനങ്ങൾ അതിനെ നിലംപരിശാക്കിയിരിക്കുന്നു എന്നത്. അതിന് തൊട്ടു മുൻപാണ് കൂട്ടമായി എത്തിയ ഡ്രോണുകൾ, മിസൈലുകൾ, 8 മിസൈലുകളിലെയാണ് ഇന്ത്യ തകർത്തത്. ഒപ്പം ഡ്രോണുകൾ ആകാശത്ത് വെച്ച് തന്നെ അവയെ തകർത്തെറിഞ്ഞുകൊണ്ട് നമ്മുടെ പ്രതിരോധ സംവിധാനം, ഈ കാണുന്ന ദൃശ്യങ്ങൾ, ഡ്രോണുകൾ പറന്നു വരുന്നു, ആകാശത്ത് വെച്ച് തന്നെ അത് അപ്രത്യക്ഷമാകുന്ന കാഴ്ച. അങ്ങനെയാണ് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്. രാജ്യം മുഴുവൻ അതിജാഗ്രതയിൽ നിൽക്കുന്ന വേളയിൽ തന്നെയാണ് പാകിസ്ഥാൻ വീണ്ടും ഈ പ്രകോപനം സൃഷ്ടിക്കുന്നത്. അതിനുള്ള മറുപടിയാണ് ഇനി ഇന്ത്യ നൽകാനും ഇരിക്കുന്നത്. പാകിസ്ഥാൻ വീണ്ടും ഇന്ത്യയിൽ നിന്ന് ഇത്തരം ശിക്ഷ ചോദിച്ചു വാങ്ങുന്നുവെന്നേ പറയാൻ കഴിയൂ. ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളുമൊക്കെയും പാകിസ്ഥാൻ തുടർന്നു വന്ന ഓപ്പറേഷൻ സിന്ദൂറിനും അതിനു മുൻപും പാകിസ്ഥാൻ അതിർത്തിയിൽ തുടർന്നു വന്ന ആ പ്രകോപനങ്ങൾ, വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾ, ഇന്ത്യ പലവട്ടം പറഞ്ഞതാണ് വെടിനിർത്തൽ കരാർ ലംഘനം അരുത്, ഇന്ത്യയെ പ്രകോപിപ്പിക്കരുത് എന്ന്. പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സമീപനം ഉണ്ടായില്ല. അതിന്റെ തുടർച്ച എന്ന വണ്ണം കാര്യങ്ങൾ വഷളായപ്പോൾ പൂഞ്ചിൽ 16 സാധാരണക്കാർ പാകിസ്ഥാന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോഴാണ് ഇന്ത്യക്ക് അതിനനുസരിച്ചുള്ള ആഴത്തിലുള്ള മുറിവ് പാകിസ്ഥാന് നൽകേണ്ടി വന്നത്. ലാഹോറിലടക്കം കനത്ത മഴയിലും മേഘക്കെട്ടിലും പാകിസ്ഥാൻ അറിഞ്ഞതുപോലുമില്ല ഇന്ത്യൻ ഡ്രോണുകൾ അങ്ങോട്ടേക്ക് പറന്നെത്തി സ്ഫോടനം നടത്തുന്നത്. പക്ഷേ വീണ്ടും പാകിസ്ഥാൻ നമ്മളെ പ്രകോപിപ്പിക്കുന്നു, അവിടെ വെച്ച് നിർത്തിയാൽ നിങ്ങൾക്ക് കൊള്ളാമെന്ന് ഇന്ത്യ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയതാണ്. പക്ഷേ പാകിസ്ഥാൻ അടങ്ങുന്നില്ല. പാകിസ്ഥാൻ വീണ്ടും പ്രകോപനം സൃഷ്ടിക്കുന്നു. അൽ-ഖ്വയ്ദ എന്ന ഭീകര സംഘടന ജിഹാദിന് ആഹ്വാനം ചെയ്യൂ ഇന്ത്യക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പാകിസ്ഥാൻ എന്ന ഭീകര രാഷ്ട്രത്തിന്, തെമ്മാടി രാഷ്ട്രത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. അങ്ങനെ ചൈനയും തുർക്കിയും ഒക്കെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനെ മറ്റൊരു സംവിധാനം പിന്തുണയ്ക്കുന്നെങ്കിൽ അത് അൽ-ഖ്വയ്ദ എന്ന ഭീകര സംഘടനയാണ്. ഇപ്പോൾ മറ്റ് പല സംഘടനകളുടെയും പിന്തുണയോടെ, അതായത് ഭീകര സംഘടനകളുടെ മാത്രം പിന്തുണയോടെ ഇന്ത്യക്കെതിരെ പോരാടാൻ ഇറങ്ങുന്ന പാകിസ്ഥാൻ വീണ്ടും മര്യാദയുടെ ലംഘനമാണ് നടത്തുന്നത്. അതിനുള്ള മറുപടി പാകിസ്ഥാനെ നൽകിയേ മതിയാകും. ഇന്ത്യ ആവർത്തിച്ചു പറഞ്ഞതാണ് ഇന്ത്യ ഒരു യുദ്ധത്തിലേക്ക് പോകുന്നതല്ല. പക്ഷേ ഏതെങ്കിലും വിധത്തിൽ ഇന്ത്യയുടെ മറ്റു സംവിധാനങ്ങളെ ആക്രമിക്കാൻ പാകിസ്ഥാൻ തുനിഞ്ഞാൽ അതിനുള്ള മറുപടി നൽകിയിരിക്കുമെന്ന്. പാക് അധീന കാശ്മീരിലെ അണക്കെട്ടിൽ അവരുണ്ടാക്കിയ തകരാർ ചൂണ്ടിക്കാണിച്ച് ഇന്ത്യ ഇങ്ങോട്ട് ആക്രമിച്ചു എന്ന വ്യാജ പ്രചാരണമാണ് നടത്തിയത്. അതിനുള്ള മറുപടി ഇന്ത്യ നൽകിയിരുന്നു. ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ കൊണ്ട് ഇന്ത്യയുടെ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റ്സിനോ അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റ് സംവിധാനങ്ങൾക്കെതിരെയോ പാകിസ്ഥാൻ ആക്രമണത്തിന് മുതിർന്നാൽ തിരിച്ചടി കനത്ത തോതിലായിരിക്കുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയതാണ്. പക്ഷേ പാകിസ്ഥാന് ഇതൊന്നും മനസ്സിലാകുന്നതേയില്ല. വീണ്ടും ഡ്രോണുകളെ അയച്ച് ഇന്ത്യ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ മിനിറ്റുകൾ മാത്രം നീളുന്ന ആ ആക്രമണത്തെ പൂർണ്ണമായും തകർത്തെറിഞ്ഞിരിക്കുന്നു. ജയ്സാൽമീർ, ഉധംപൂർ, ജമ്മു, പഠാൻകോട്ട് എന്നിവിടങ്ങളിലേക്കൊക്കെ പാകിസ്ഥാൻ ഡ്രോണുകൾ എത്തി. പക്ഷേ അവയെല്ലാം ആകാശത്ത് വെച്ച് തന്നെ നിഷ്പ്രഭമാക്കിയിരിക്കുന്നു. ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനവും ഇന്ത്യയുടെ സേനയും ഇന്ത്യയുടെ പോർ വിമാനങ്ങൾ ആകാശത്തേക്ക് ഉയർന്നു. ആ പോർ വിമാനങ്ങളുടെ മിസൈലുകളേറ്റാണ് F-16, പാകിസ്ഥാന്റെ പോർ വിമാനം F-16 താഴെ പതിച്ചതെന്നാണ് വിവരം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ അല്ലെങ്കിൽ യുദ്ധ സാഹചര്യത്തിൽ ഒരിക്കലും ഇന്ത്യക്കെതിരായ പോരാട്ടത്തിലോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിനെതിരായ പോരാട്ടത്തിൽ F-16 ഉപയോഗിക്കരുത് എന്ന നിബന്ധനയോടെ കരാറോടുകൂടിയാണ് F-16 വിമാനങ്ങൾ പാകിസ്ഥാൻ അമേരിക്ക നൽകിയത്. ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ മാത്രമേ അത് ഉപയോഗിക്കാൻ കഴിയൂ എന്നാണ്. ഭീകരവാദം സ്വയം വഹിക്കുന്ന ഭീകര രാഷ്ട്രമായി നിൽക്കുന്ന ഒരു രാജ്യം പിന്നെ എങ്ങനെയാണ് ഭീകരവാദത്തിനെതിരെ പോരാടുക? അവർ തന്നെ ഒരു ഭീകരവാദികളായി മാറിയതുകൊണ്ട് ഇന്ത്യക്കെതിരെ വീണ്ടും F-16 വിമാനവും എടുത്തിറങ്ങിയതാണ്. പക്ഷേ അതിനെ നിലത്ത് അടിച്ചിരിക്കുന്നു. നേരത്തെ ബസ്സും സൂചിപ്പിച്ചല്ലോ, ഇതിനു മുൻപും പഠാൻകോട്ട് ആക്രമണത്തിന് ശേഷം F-16 വിമാനവുമായി പാകിസ്ഥാൻ ഇറങ്ങിയത് ഇന്ത്യ തകർത്തതാണ്. അപ്പോൾ ഈ കരാർ നിൽക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നാണ് ലോകത്തോട് പാകിസ്ഥാൻ പറഞ്ഞത്. അത് തന്നെയാണ് ഇവിടെയും ആവർത്തിക്കാൻ പോകുന്ന ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് കാണുന്നത്.